എം വിജിൻ എംഎൽഎയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം. കണ്ണൂരിൽ KGNA സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിനിടെയാണ് വാക്കേറ്റമുണ്ടായത്. SI MLA അധിക്ഷേപിച്ചെന്നും പരാതിയുണ്ട്. സുനിൽ ഐസക്കുണ്ട് വിവരങ്ങൾ നൽകാൻ. സുനിൽ, എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനായിരുന്നു കളക്ടറേറ്റിലേക്ക് KGNA മാർച്ച് നടത്തിയത്? ഈ MLAയുടെ പരാതി എന്താണ്? ഫാരിഷ, ക്ഷാമബദ്ധ പുനഃസ്ഥാപിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ഇന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും പ്രഖ്യാപിച്ചത്. നേരത്തെ തന്നെ ഇക്കാര്യം പോലീസിനെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെയും അറിയിച്ചിരുന്നുവെന്നാണ് അസോസിയേഷന്റെ നേതാക്കൾ പറയുന്നത്. എന്തായാലും കളക്ടറേറ്റിന്റെ 2ാം ഗേറ്റിലേക്കാണ് ഈ പ്രവർത്തകർ പ്രകടനമായി എത്തിയത്. ഈ സമയത്ത് കളക്ടറേറ്റിന്റെ 2ാം ഗേറ്റിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല, ഒരു പോലീസുകാർ പോലും ഉണ്ടായിരുന്നില്ല. അവിടെ സ്വാഭാവികമായും ഇത്തരം മാർച്ചുകൾ വരുമ്പോൾ കളക്ടറേറ്റിന്റെ ഗേറ്റിൽ പോലീസ് സമരക്കാരെ തടയുന്നതാണ് പതിവ്. പക്ഷേ ഇന്ന് പോലീസ് അവിടെ ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ ഈ പ്രകടനമായി എത്തിയ പ്രവർത്തകർ കളക്ടറേറ്റിനുള്ളിലേക്ക് കടന്നു. അവിടെ കളക്ടറേറ്റിനുള്ളിലെ ആംഫി തിയേറ്ററിന്റെ മുമ്പിലേക്ക് വരെ ഈ പ്രകടനമെത്തി. ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന പിങ്ക് പോലീസും മറ്റും ഓടിയെത്തുകയും ഇവരെ തടയുകയും ചെയ്തു. ഒപ്പം ടൗൺ SI PP ഷമീമും അവിടേക്ക് എത്തി. അവിടെ വെച്ച് ഈ പ്രകടനം തടഞ്ഞു. മാത്രമല്ല, പ്രകടനമായി ഇവിടേക്ക് കയറി വന്നത് ശരിയായില്ലെന്നും അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസെടുക്കുമെന്നും SI പറഞ്ഞു. മാത്രമല്ല, ഈ MLA ഈ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന്, ഈ കളക്ടറേറ്റ് ഇതിനുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ഉദ്ഘാടകനായ MLA അടക്കമുള്ള ആളുകളോട് പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസിന്റെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായതെന്നും പോലീസിന് നേരത്തെ തന്നെ വിവരം നൽകിയിട്ടും ഈ സ്ഥലത്ത് പോലീസിനെ വിന്യസിക്കാതിരുന്നത് അവരുടെ വീഴ്ചയാണെന്നും MLA മറുപടി നൽകി. ഇതേ തുടർന്ന് MLAയും സ്ഥലം SIയും തമ്മിൽ ചെറിയ തോതിലുള്ള വാക്കേറ്റം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നാലെ ഇവിടെ വെച്ച് തന്നെ, അതായത് കളക്ടറേറ്റ് കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് തന്നെ വിജിൻ ഉദ്ഘാടനത്തിനായി മൈക്ക് കയ്യിലെടുത്തു. ഈ സമയത്ത് മൈക്ക് MLAയുടെ കയ്യിൽ നിന്ന് SI തട്ടിപ്പറിച്ചു എന്നാണ് പരാതി. ഇതേ തുടർന്നാണ് MLAയും ടൗൺ SIയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നത്. അതിനിടയിൽ മുഴുവൻ ആളുകൾക്കെതിരെ കേസെടുക്കണം, അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഉദ്ഘാടകൻ അടക്കമുള്ള ആളുകളുടെ പേര് എഴുതിയെടുക്കാൻ സ്ഥലത്തുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് SI ആവശ്യപ്പെടുകയും ചെയ്തു. അതിനിടയിൽ വനിതാ SI എത്തി ഈ MLAയോട് നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിച്ചു. ഇതാണ് വിജിനെ പ്രകോപിപ്പിച്ചത്. ഇതേ തുടർന്ന് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും വിജിനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അതിനിടയിൽ SI സ്ഥലത്ത് എത്തുകയും വീണ്ടും MLAയുമായി വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. അതിനിടയിൽ MLA SIയോട് പലതവണ പറയുന്നുണ്ട് പോലീസിന്റെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്. മാത്രമല്ല, ഈ പ്രോട്ടോകോൾ അനുസരിച്ച് MLA SIയേക്കാൾ ഒരുപാട് ഉയരത്തിലാണ്, അതുകൊണ്ട് തന്നെ മാന്യമായി സംസാരിക്കണമെന്ന തരത്തിൽ MLA പറയുന്നുണ്ട്. പക്ഷേ SI ഇതൊന്നും വകവെച്ച് കൊടുത്തില്ല. SI വീണ്ടും MLAയോട് തട്ടിക്കയറി സംസാരിച്ചു എന്നാണ് MLAയുടെ പരാതി. എന്തായാലും സ്ഥലത്ത് ഏറെ നേരം വാക്കേറ്റമുണ്ടായി. അതിനിടയിൽ നീ എന്താ സുരേഷ് ഗോപി കളിക്കുകയാണോ എന്ന് വിജിൻ MLA ടൗൺ SIയോട് ചോദിച്ചു. മാത്രമല്ല, പരാതി ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകും. മാത്രമല്ല, പിണറായി സർക്കാരിലെ പോലീസിനെ മോശമാക്കുന്ന ഇത്തരം ചില ഉദ്യോഗസ്ഥരാണ് എന്നടക്കമുള്ള ചില കമന്റുകളും MLAയുടെ ഭാഗത്ത് നിന്ന് ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും സ്ഥലത്ത് തർക്കമുണ്ടാവുന്നതറിഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ഇരു കൂട്ടരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി MLA മടക്കി അയക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും വളരെ മോശമായിട്ടാണ് MLAയോട് പെരുമാറിയതെന്നാണ് MLAയുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾക്ക് പറയുന്നത് അധിക്ഷേപിച്ചു എന്നുള്ള കാര്യമാണ്. അത് തന്നെയാണ് പ്രധാനമായിട്ടും പരാതിയായിട്ട് ഉയർന്നു വന്നിരിക്കുന്നതും. ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് MLAയുടെ തീരുമാനമുണ്ടാവുക. ഒപ്പം തന്നെ പോലീസ് എന്താണ് ഈ ഒരു വാക്കേറ്റത്തെ കുറിച്ച് പറയുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്നുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല. എന്തായാലും MLAയുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് വലിയ പൊതു ഇടത്ത് അപമാനിക്കുന്ന തരത്തിലാണ് SIയുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായത്, നടപടി ഉണ്ടായത്. അതിൻ്റെ ഉദ്ഘാടകൻ ആരാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ബോർഡിലും പോസ്റ്ററുകളിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിനെ വിവരം അറിയിച്ചാണ്. എന്നിട്ടും പക്ഷേ പരസ്യമായി നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിച്ച് അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു. മാത്രമല്ല, മൈക്ക് ഉദ്ഘാടകനായിരുന്ന MLAയുടെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചു SI. അത്തരം ആരോപണങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA ഉന്നയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകുമെന്നാണ് MLA അറിയിച്ചിട്ടുള്ളത്. വലിയ തോതിൽ അപമാനിക്കപ്പെട്ടു, പൊതു ഇടത്ത് ഒരു MLA എന്ന നിലയ്ക്ക് തന്നെ അപമാനിച്ചു എന്ന ആക്ഷേപമാണ്, പരാതിയാണ് M. വിജിൻ
ഷെർജിൻ ഉന്നയിക്കുന്നത്.